അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പം ഞാൻ മുതുകിയായി. ഞാനിങ്ങനെ ഒരു ദിവസം വെറുതെ ഇരുന്നിട്ട് ഇവിടെ അടുത്ത് ചോദിച്ചു നമുക്ക് പോണ്ടിച്ചേരി പോയാലോ എന്ന്. എന്നെപ്പോലെ വേലയും കൂലി ഇല്ലാതെ നടക്കുന്ന ആളല്ല, ജോലിയൊക്കെ ഉള്ള ആളാണ്. ഹേയ് ഗായ്സ്, അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രിപ്പിലോട്ടുള്ള യാത്രയിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ കല്ലമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. എൻ്റെ നിയറസ്റ്റ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് വർക്കലയാണ്. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് ആക്ച്വലി വർക്കലയിലോട്ട് ഇങ്ങനെ പോകാൻ പ്ലാൻ ചെയ്തത്. അവൾ വർക്ക് ചെയ്യുന്നത് ആറ്റിങ്ങിലാണ്. അവളുടെ സ്ഥലം ആക്ച്വലി കരുനാഗപ്പള്ളി ആണെങ്കിലും ആൾക്ക് ഫസ്റ്റ് പോസ്റ്റിങ്, അവൾക്ക് ജോലി കിട്ടി, അവൾ പഠിച്ച് ജോലി കിട്ടി, ഫസ്റ്റ് പോസ്റ്റിംഗ് വന്ന ആറ്റിങ്ങിലാണ്. അതായത് നമ്മുടെ ഒരു ബോണ്ടിനെ ആയിരിക്കും അല്ലേ ചിലപ്പോൾ ആ ഒരു ഫസ്റ്റ് പോസ്റ്റിങ്ങിലൂടെ അത് കാണിക്കുന്നത്. പക്ഷേ അവളിവിടെ ജോലി കയറിയതിന് ശേഷം ആദ്യത്തെ 2 ആഴ്ച മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം കാണാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ മിക്കപ്പോഴും ആറ്റിങ്ങിലൊന്നും അല്ല, ഞാൻ കൂടുതലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ട്രാവലിങ്ങും വർക്കും ഒക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ശരിക്കും ഒരുമിച്ച് പോകാനാണ്. പക്ഷേ കുറച്ച് മിസ്കമ്മ്യൂണിക്കേഷൻ കാരണം അവൾ വിചാരിച്ചു ഞാൻ ഡയറക്റ്റ് വർക്കല വരും, എൻ്റെ സിസ്റ്റർ വർക്കല കൊണ്ടാക്കും. പക്ഷേ ഞാൻ ലിറ്ററലി ആറ്റിങ്ങിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അവൾ ഇപ്പം വർക്കല എത്തി. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് വർക്കല എത്താറ്. എനിക്കിനി ഒരു 20 മിനിറ്റ് ഇല്ല, ലിറ്ററലി ഇല്ല, എനിക്ക് 30 മിനിറ്റ് ആണ് ആക്ച്വലി വർക്കലയിലോട്ടുള്ളത്. ഞാനിങ്ങനെ ഒരു പ്രൈവറ്റ് ബസ്സിൽ ഭയങ്കര ആസ്വദിച്ചിരിക്കുകയാണ്. പ്രൈവറ്റ് ബസ്സിലാണല്ലേ ഇങ്ങനെ എന്താ പറയുക, നല്ല പാട്ടുകളൊക്കെ, നമ്മളിങ്ങനെ കേട്ട് മറന്ന പാട്ടുകളൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് വർക്കല. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് വിശേഷങ്ങൾ കാണിച്ചു തരാം. ഞാൻ വർക്കല റെയിൽവേ സ്റ്റേഷൻ എത്താറാകുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ ഒളിച്ചു നിൽക്കുന്ന അവതാരമാണ്. അവതാരം എന്നാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്, മറ്റേ വേർഡല്ല. വർക്കല റെയിൽവേ സ്റ്റേഷൻ. സോ ഗൈസ്, ഞാൻ ഈ സ്റ്റേഷനിൽ നിന്നാണ് എല്ലായിടത്തോട്ടും ട്രെയിനൊക്കെ കയറുന്നത്. ആൻഡ് ഫുഡ് വാങ്ങുന്ന സ്ഥലം അവിടെ ഒരു കടയാണ്. ഞാൻ ഒന്നും കഴിച്ചില്ല. രാവിലെ ഞാൻ ഷൂട്ടിന് പോയിട്ട് വന്ന് പാക്കിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതും എടുത്തു. പാക്കും ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ലേറ്റായി. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ സമയം കിട്ടില്ല. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ അപ്പമൊക്കെ ചുട്ട് തിന്നാൻ പറഞ്ഞതാണ്. പക്ഷെ അപ്പം ചൂടാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പാഴ്സൽ മേടിക്കാമെന്ന്. ആ കട ഓൾമോസ്റ്റ് എത്താറായി. ഞാൻ ഫുഡ് വാങ്ങാൻ പോയ കട അടച്ചു. അങ്ങനെ ഞാൻ 3G ആയി. അതുകൊണ്ടൊരു കരിമ്പൻ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എന്തോ കാര്യമായിട്ടുള്ള പണി ഒക്കെ നടക്കുകയാണ്. ഫുള്ള് ഇവിടെ വർക്കാണ്. നമുക്ക് പോകാൻ പോകുന്ന സ്ഥലം റിവീൽ ചെയ്യാം. വാ, നീ ഇങ്ങനെ സൈഡ് ഇരുന്നു. ഞാൻ ഒരുങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ, എന്നാ കണ്ടോ, ഇതിന് നല്ല ഭംഗിയാവും. കണ്ടാ, ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് ഇതിലൊരു എഫക്റ്റാണ്. വാ. സോ ഗൈസ്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് പഠിച്ച സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. എവിടെയാണ് പോകുന്നത്? പറ, നീ പറ. അല്ല, മൈക്കൊണ്ട് പറഞ്ഞു. പറ. സോ നമ്മൾ പോകാൻ പോകുന്നത് വേറെ എവിടെയല്ല, പോണ്ടിച്ചേരിയിലോട്ട്. നമ്മൾ കറങ്ങി കളിക്കുന്ന പോണ്ടിച്ചേരിയിലേക്കാണ്. നമ്മൾ ഒരുമിച്ച് പോണ്ടിച്ചേരിയിൽ പഠിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് വേറെ സ്ഥലത്തും പഠിച്ചിട്ടുണ്ട്. ക്ലാസ്സിലെ പിള്ളേർ തെണ്ടി പിള്ളേരായതുകൊണ്ട് കോളേജിൻ്റെ പേര് പറയുന്നത് ചുമ്മാ മാറുവാനീസ് കോളേജിലാണ് കേട്ടോ പഠിച്ചത്. നല്ല പിള്ളേർ. സോ ഗൈസ്, നമ്മളിങ്ങനെ ഞാനിങ്ങനെ ഒരു ദിവസം വെറുതെ ഇരുന്നിട്ട് ഇവിടെ അടുത്ത് ചോദിച്ചു നമുക്ക് പോണ്ടിച്ചേരി പോയാലോ എന്ന്. എന്നെപ്പോലെ വേലയും കൂലി ഇല്ലാതെ നടക്കുന്ന ആളല്ല, ജോലിയൊക്കെ ഉള്ള ആളാണ്. എനിക്ക് കൂടി എന്ത് ട്രെയിൻ എന്താ അനൗൺസ്മെൻറ്റ്, ട്രെയിൻ നമ്പർ 1 എഗ്മോർ വരെ പോകുന്ന അനന്തപുരി എക്സ്പ്രസ്സിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന പോണ്ടിച്ചേരിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ പോണ്ടിച്ചേരിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എറണാകുളം പാലക്കാട് തൊട്ടല്ലേ, പാലക്കാട് തൊട്ട് ഇങ്ങോട്ടുള്ള കൊല്ലംകാർക്ക് ട്രിവാൻഡ്രംകാർക്കും പോണ്ടിച്ചേരി പോകാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. വൈകിട്ട് ഒരു 2:45 കൊല്ലത്തുനിന്ന് എടുക്കുന്ന ഒരു ട്രെയിനുണ്ട്. അത് ചെന്നൈ എഗ്മോർ വരെ പോകുന്ന ട്രെയിനാണ്. ആ ട്രെയിൻ വിൽപുരം എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പിൽ നിർത്തും. ആ വിൽപുരത്ത് നിന്ന് 1 മണിക്കൂറാണ് പോണ്ടിച്ചേരി ഉള്ളത്. ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും മാത്രമായിരുന്നു ഈ ഒരു സ്ഥലത്ത് നിന്നുള്ളത്. ബാക്കി എല്ലാവരും അങ്ങനെയല്ല,
അല്ല, കൊല്ലം ട്രിവാൻഡ്രം ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഈ പാലക്കാട് നിന്ന് അങ്ങോട്ട് വടക്കോട്ടുള്ളവർക്കെല്ലാം ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടായിരുന്നു പോണ്ടിച്ചേരിക്ക്. നമുക്കതില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ട്രെയിനിൽ വരെ പോകുന്നൊക്കെ തീരുമാനിക്കും. പക്ഷേ ട്രെയിൻ ടിക്കറ്റ് കിട്ടാതെ നമ്മൾ ബസ്സിലൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇതെന്തോ ഭാഗ്യത്തിന് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടി. ശരിക്കും ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞതായിരുന്നു, ഞാൻ കഥ പറഞ്ഞു തീർന്നില്ല, അതിന് മുമ്പേ കടന്ന് പിടിക്കും. അത് ആൾക്കാർ നോക്കും. നിന്നെ കൊണ്ട് ചിരിച്ചു. അപ്പൊ ഞാൻ ചിരിച്ചു കാണിച്ചു, നീയോ ചിരിച്ചു കാണിക്കുന്നില്ല. ഞാൻ കാണിക്കാൻ തുടങ്ങിയ ആൾക്കാരെ. ഓക്കെ, സോ ഗൈസ്, അപ്പം ഞാനിങ്ങനെ ഇവളെടുത്ത് പോണ്ടിച്ചേരി പോയാലോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മളിങ്ങനെ ഒരു റാൻഡം വണ്ടർലെസ് ഫീൽഡിൽ പഴയ കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽഡിൽ നമ്മൾ ഇറങ്ങി. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ടിക്കറ്റ് കൺഫേം ആയി. അങ്ങനെ ഈ അന്ന് ലൈക്ക് 2-3 ആഴ്ച മുമ്പേ പ്ലാൻ ചെയ്തതാണ്. പ്ലാനൊന്നും ഇല്ലായിരുന്നു, വരുന്നോന്ന് ചോദിച്ചു, വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് അവൾ അന്ന് എടുത്തു. അത് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. ഇത് കൺഫേം ആയി. ഇന്നലെ മെസ്സേജ് എന്നാൽ നമുക്ക് പോകാമല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് യാത്രയിലോട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. സോ ട്രെയിനിൽ കയറിയിട്ട് ബാക്കി വിശേഷം പറയാം. ഈ അലവലാതെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. സോ ഗൈസ്, ട്രെയിനിൽ കയറി. ഇപ്പം നല്ല മഴയൊക്കെ കണ്ട് ആഹാരമൊക്കെ കഴിച്ച്, ഒന്നും കഴിക്കാതിരുന്നത് കൊണ്ട് നല്ല വിശപ്പായി. ആർത്തി കൊണ്ട് 4 ചപ്പാത്തിയും ചിക്കനൊക്കെ കഴിച്ച് പഴംപൊരിയും കഴിച്ചു. ഇപ്പം ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ട്രെയിൻ പോകുന്ന വഴി എന്ന് പറയുന്നത് തിരുവനന്തപുരം, നാഗർകോവിൽ, തിരുനെൽവേലി, മധുര പോകുമെന്ന് അറിഞ്ഞൂടാ. വേണമെങ്കിൽ മധുര പോവാം, പക്ഷെ മധുര ഇല്ലെന്ന് തോന്നുന്നു റൂട്ടിൽ. അപ്പോൾ അങ്ങനെ ഒരു റൂട്ടാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നല്ല കാഴ്ചകളാണ്. പണ്ടിങ്ങനെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ പോകുമ്പോഴത്തേക്കും ഭയങ്കര ഹോം സിക്നെസ് അടിച്ചിട്ട് വേണ്ട, വിഷമമായിരിക്കും. ഇപ്പം പൊക്കോളാൻ വയ്യ. മധുര വഴിയല്ലേ. കാരണം എനിക്ക് ഇന്ത്യൻ റെയിൽവേ മൊത്തം ഇങ്ങനെ അരച്ച് ഞാൻ കലക്കി കുടിച്ചേക്കാണ്. ദിണ്ടിഗൽ തലപ്പാക്കട്ടി ഓർമ്മയുണ്ട്. ദിണ്ടിഗൽ അല്ലേ നമ്മൾ വെച്ച മറ്റേ കോയമ്പത്തൂര് പോയി ഒരു ബിരിയാണി കഴിച്ച ഓർമ്മയുണ്ടോ? 300 രൂപയ്ക്ക് ഒരു ചിരട്ടയിൽ കൊണ്ട്. നമ്മൾ പോവാത്ത സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു പഠിക്കുന്ന സമയത്ത്. ഇതേണക്ക് ബാഗ് എടുത്തങ്ങ് ഇറങ്ങും. എക്സാം ഒക്കെ കഴിയാഞ്ഞാൽ പിന്നെ പറയണ്ട. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പം ഞാൻ മുതുകിയായി. ഞാൻ ഇത്രയും നേരം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ട്രിപ്പിലാണുള്ളത്. അതിൻ്റെ പാക്കിംഗ് വീഡിയോസ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നാളെ ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്കാൻ എല്ലാം ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെതായിട്ട് ഡിസിപ്ലിനിൽ ഇതെല്ലാം കഴിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ നല്ല മഴക്കോളാണ്. ഇത്രയും നേരം നമ്മൾ ട്രിവാൻഡ്രം വരെ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ബോർഡറൊക്കെ കഴിഞ്ഞ് തമിഴ്നാട് ബോർഡറിലാണ് ഇപ്പോൾ ഉള്ളത്. കാണാൻ പറ്റുന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ കാണിച്ചു തരാം. നല്ല ആൽക്കഹോളിക് വെതർ എന്നൊക്കെ പറയുന്ന പോലെ അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ 5 മണിക്ക് എണീറ്റതാണ് വർക്കിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട്, എന്നാലും ഞാനിങ്ങനെ വ്ളോഗൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറങ്ങിയാൽ നാളെ രാവിലെ എണീക്കത്തുള്ളൂ. 2 മണിക്കാണ് വിൽപുരത്ത് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഉറങ്ങണം എന്നൊക്കെയാണ് പ്ലാന്. ഫുഡും കൂടെ കഴിച്ചപ്പോഴത്തേക്കും നല്ല ഉറക്കം വന്നു. ഇനിയിപ്പം ട്രെയിനിൽ കിട്ടുന്ന ചായയുടെ അത്ര ഫാനല്ല നമ്മൾ രണ്ടുപേരും. നാഗർകോവിൽ എത്തുമ്പോഴത്തേക്കും കുറച്ച് സമയം ഉണ്ടാവും. അവിടെ നിന്ന് നല്ല ചായ കുടിക്കാമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഇരിക്കുന്നത്. എന്താവും എന്നറിയത്തില്ല. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം. സോ ഗൈസ്, ഞാൻ ഇത്രയും നേരം ഒരു 9 മിനിറ്റിൻ്റെ വ്ളോഗ് ഈ ട്രെയിനിൽ തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവരെന്തായാലും പോയി കാണാം, സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, അങ്ങനെ എൻ്റെ രാത്രിയത്തെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് രാവിലെ തൊട്ടുള്ള ഷൂട്ടിൻ്റെ ഒക്കെ മേക്കപ്പ് റെസിഡ്യൂ, പിന്നെ കണ്ണിലൊക്കെ നല്ല മസ്കാരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് ഡബിൾ ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്ത്. ഞാൻ സാധാരണ വീട്ടിലാണെങ്കിൽ ഭയങ്കര മടിയാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ വലിയ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ടൈം എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറേ പാടുകളൊക്കെ ഉണ്ട്. ഇനി അതിൻ്റെ മരുന്നൊക്കെ ഇടണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. ഇനി നാളെ രാവിലെ 2:30 വെളുപ്പിന് 2:30 വിൽപുരത്തെത്തും. വിൽപുരത്ത് നിന്ന് നമ്മൾ ബസ് കിട്ടുന്ന ടൈം നോക്കി പോണ്ടിച്ചേരിയിലോട്ട് പോകും. ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ മാക്സിമം പോണ്ടിച്ചേരിയിലോട്ട്. അപ്പം ഇനി നാളെ രാവിലത്തെ വിശേഷങ്ങളാണ്. ഇപ്പോൾ ഉറങ്ങാൻ പോവാണ്. നല്ല ഹെക്റ്റിക് ദിവസമായിരുന്നു. ഇനി നല്ലൊരു ഉറക്കം 2:30 വരെ ഉറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ചാ.